വൃത്തികെട്ടവനെ ആർക്കാണ് വിളിക്കട്ടെ? രാവിലെ ഓരോരുത്തന്മാര് വിളിച്ചോളും മനുഷ്യര് സമയം മെനക്കെടുത്താനും ഓരോന്നിനും. ചെറിയാൻ എന്നെ ചൊറിയാൻ വന്നാ ഞാൻ നന്നായിട്ട് തിരിച്ചു ചൊറിയും കേട്ടോ. അയ്യോ അതല്ല എന്റെ പേര് ചെറിയാനെന്ന്. എന്താ വേണം? എനിക്ക് കുറച്ച് ലോണിന്റെ കാര്യങ്ങൾക്കായിട്ട് വന്നതാണ് മേഡം. മുൻപേ വായ്പ എടുത്തിട്ടുണ്ടോ? മുമ്പ് ചെറുതിലെ അമ്മ പാവിരിക്കുമ്പോ അതിലും പാളയിലും അല്ലാതെ ആരെയും വായിലും ഞാൻ അതല്ല, ഇതിന് മുന്നേ ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? ലോണൊന്നും എടുത്തിട്ടില്ല. ഏത് ലോൺ വേണം? എനിക്ക് ലോണ് അത് പിന്നെ അയ്യോ ഈ ലോൺ ഏതൊക്കെയാണെന്ന് Don't worry. അത് വേണം അത് വേണം. I can handle it. അതും വേണം. അത് വേണം. Documents like Aadhaar card, PAN card and verification, income certificate also, and the verification call will be get tomorrow. Okay? You, Mama. അയ്യോ ഇല്ല താനും. മാമാ എന്താ പറ്റി? എനിക്കിങ്ങനെ പടപട ഇംഗ്ലീഷ് കേൾക്കുമ്പോ നാക്കും തായും BP കൂടും തലയും കറങ്ങും. അമ്മാവ ഇങ്ങോട്ടൊന്ന് ചാരി നിക്കാവോ? അയ്യോ ഞാനേ കോപ്പി എടുത്തിട്ട് ഇപ്പൊ വരാം. മധുരം വേണ്ട. കാപ്പി എടുക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ ഒരു പ്രിന്റ് എടുക്കാൻ പോട്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ട. അല്ല അമ്മാവൻ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ടല്ലോ, എന്താ കാര്യം? അത് ചോദിച്ചു. അവിടെ ചെന്നപ്പോ ഒരു സാറ് പറഞ്ഞു ഇവിടെ വരാൻ, ഇവിടെ ചെന്നപ്പോ ഒരു സാറ് പറഞ്ഞു ഇവിടെ വരാൻ. അതുകൊണ്ടാ ഇരിക്കണ മേഡമാണ് പറഞ്ഞത് കൊച്ചിന്റെ അടുത്ത് വന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. ഇതിലെ അഡ്ജസ്റ്റ് ചെയ്യാ ചുമ്മാ എന്റെ വായിരിക്കുന്നത് എറിയാക്കേണ്ട ആവശ്യമുണ്ടോ? പേരെന്തുവാ? ചെറിയാൻ. അഡ്രസ് പറഞ്ഞേ. ചെറിയാൻ ഹൗസ്, ചെറുത്തല വിളാകം, ചെറിക്കൊട്ട് കോണം, ചെറിക്കൊത്ത് PO. മൊത്തത്തിൽ അങ്ങനെയൊന്നുമില്ല. പുരുഷനാണോ? ഈ ഒട്ടിച്ചിരിക്കണ സ്റ്റിക്കറും അല്ല, ഞാൻ ഇട്ടിരിക്കണ ചുരിദാറും അല്ല. ഈ കപ്പട മീശക്കാരന്റെ മുഖത്ത് നോക്കി പുരുഷനാണോ ചോദിക്കാൻ നീയാണ് കൊച്ചേ? ആണാണോന്നാ ചോദിച്ചത്. അങ്ങനെ തെളിയിക്കുന്ന വല്ല സംഭവം തന്റെ കയ്യിലുണ്ടോ? കണ്ട 3 എണ്ണം ആമക്കൾ എന്റേത്, എന്റെ ഭാര്യ, ഞാൻ. പോരെ ആണാണെന്ന് ചോദിച്ചാ പോരെ? മനുഷ്യന് ഒരു സഹായം ചെയ്യുവോ? ഇപ്പൊ ഒരു OTP വരും, അതെങ്കിലും ഒന്ന് നേരാവണ്ണം നോക്കിട്ട് പറയുവോ? കാര്യമായിട്ട് പറ. വന്നോ? വരുമ്പോ പറയാം. ഇപ്പൊ വരുവേ. വന്ന് എന്നാ നോക്കിട്ട് പറ. ഒരു പൊക്കമുള്ള കുക്കുരി മുടിയുള്ള ഉണ്ടക്കണ്ണ. ആര്? കൊച്ചല്ലേ പറഞ്ഞു ഓട്ടോറിക്ഷ ആരോ വരുമെന്ന്. OTP ഒരു മനുഷ്യ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുമെന്ന്. അതായിരുന്നു. ഇങ്ങോട്ട് ഇത് മക്കളുടെ നമ്പർ വല്ലതും ഉണ്ടോ? ഒരുത്തന്റെ നമ്പർ കാണുന്നത് അത് തന്നെ അവരുടെ നമ്പർ. സിബിൽ സ്കോർ വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. നിങ്ങളുടെ മോന് ഒട്ടും സിബിൽ സ്കോർ ഇല്ല. ഈ മാസം തന്നെ 3 വട്ടം കട്ട് ചെയ്തേക്കുന്നു. ചുമ്മാ അല്ല അവൻ ഗോവയിൽ പോണെന്നും പറഞ്ഞ് പോണത്. നമുക്ക് അറിയാവോ അവന്റെ അമ്മച്ചി പ്രസവിച്ച് കയ്യിലോട്ടിട്ടപ്പം കണ്ട സിബിൽ സ്കോറാണ്. വളർന്ന് വലുതായിക്കോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം 12 മണിയാകുമ്പോ വരും സിവിൽ സ്കോർ ഇല്ലാതെ. സിവിൽ സ്കോർ ഇല്ലാത്ത ഒരുത്തന് ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? മോള് സിവിൽ സ്കോർ ഇല്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കോ? 62 വയസ്സായി, എന്റെ സിവിൽ സ്കോറിൽ നിന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അറിയാമോ നാട്ടുകാരിൽ ഈ സിവിൽ സ്കോർ ഇല്ലാത്തവന്റെ തന്തയെന്ന് വിളിക്കുമല്ലോ കർത്താവേ. എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനാ? അമ്മാവാ ഇതല്ലാതെ വേറെ മക്കൾ വല്ലതും ഉണ്ടോ? 3 ആൺമക്കളുണ്ട് മക്കളെ എനിക്ക്. മൂത്ത 2 അവന്മാരും പുറത്ത് പണിയാ. ഗൾഫിലാണല്ലേ? പുറത്ത് മാല പിടിച്ചു പറയും, പോക്കറ്റടി, മോഷണം, ഇതൊക്കെയാണ് അവന്മാരുടെ പരിപാടി. ഇളയ ഒരുത്തൻ അവൻ വീട്ടിലാണ്. മൈനർ ആണല്ലേ? നീ വിളിച്ചല്ല മൈനറേന്ന്. പക്ഷെ അവനല്ല, മൂത്ത 2 ആൺമക്കളെയാണ് നാട്ടുകാർ മൈനറേ എന്ന് വിളിക്കണത്. അപ്പൊ പിന്നെ ഇളയവനോ? അവനാണ് ലോക മൈനർ. ഫാമിലി. മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, മോളുടെ പേരെന്താ? ഗമയാ. നിനക്ക് ഗമയാണെങ്കിൽ എനിക്ക് അറിയണ്ട, പോ അങ്ങോട്ട്. അതല്ല എന്റെ പേര് ഗമയാണല്ലോ. ഇങ്ങനെ മോളുടെ സ്ഥലം എവിടെയാ? താനൂര്. എന്തോ നൂരായി? താനൂര്. ഞാൻ എന്തോ നൂരാണെന്തോ? അതല്ല മാവ, ഈ കണ്ണൂരുള്ളൊരു സ്ഥലമാണ് ഈ താനൂര്. എന്തൊക്കെ സ്ഥലപ്പേരുകൾ, അതൊക്കെ എന്റെ സ്ഥലം. അവന്റെ സ്ഥലപ്പേരെന്ത്? അഞ്ചരക്കണ്ടി. എന്ത് മോളെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, മോളെ കണ്ടപ്പം തന്നെ മോളെ എന്റെ മരുമോളാക്കിയാ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹം. മൂത്ത മൈനർക്കാണോ അതോ ഇളയ മൈനർക്കാണോ? മറ്റേ ലോക മൈനറല്ലേ, അവന് വേണ്ടിയിട്ടാണ്. താൻ എന്നെ പെണ്ണാലോചിക്കാൻ വന്നതാണോ അതോ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നതാണോ? ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്റെ പോക്കോരോ കാണിക്കണം. അത്രേ ഉള്ളൂ. ഇതെന്റെ പോക്ക്, ഇതെന്റെ വരം. നിങ്ങൾക്ക് ലോൺ വേണോ? വിവരം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാവോ? എനിക്ക് വയ്യ. നിങ്ങൾ പോയിട്ട് വേറെ വല്ലതും ആരെങ്കിലും നോക്കി. നടക്കത്തില്ല. അടക്കം പിടി 5000 ഉണ്ട് വെച്ചോ. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. കുഴപ്പമില്ല, ചെറിയാൻ തന്നെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വേണ്ടേ, ആയിരിക്കുന്നത് 2000 രൂപയുടെ CC ക്യാമറയാ. ഇത് 3000 രൂപ കൂടുതലുണ്ട്. മക്കള് ഷൈൻ ചെയ്ത് അങ്ങോട്ട് വെച്ചു. ഞാൻ കൈക്കൂലി ഒന്നും വാങ്ങത്തില്ല കേട്ടോ. ഇവിടെ
ഇറങ്ങിക്കോണം. എന്നിട്ട് നേരെ വലത്തോട്ട് നിന്ന് ഇടത്തോട്ട്. അതാണ് എന്റെ വീട്. അവിടെ കൊണ്ട് കൊടുത്താൽ അമ്പടി കള്ളി കൊണ്ടുവരാ ഞാൻ. അതെ, ലോൺ കൊടുക്കണമെങ്കിൽ മാമന് ജോലിയുണ്ടോ? എനിക്ക് ജോലിയില്ല, മാമിക്ക് ജോലിയുണ്ട്. മാമിക്ക് ജോലിയുണ്ട്, മാമന് ജോലിയില്ല. ഇല്ല. അപ്പൊ മാമന് ഇൻട്രസ്റ്റ് ഇല്ല, മാമിക്കാണ് മൊത്തം ഇൻട്രസ്റ്റ്. ആര് പറഞ്ഞു? വീട്ടിലിരിക്കണം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ജോലിയും കഴിഞ്ഞ് വരുമ്പോ അവക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഉളുക്ക് നടുവേദന എന്നൊക്കെ പറഞ്ഞു ഒരു മാതിരി ഇൻട്രസ്റ്റ് ഇല്ല അവളെ ഇരിക്കണത്. മാമ അതാ ഇൻട്രസ്റ്റ് അല്ല. ഈ ഇൻട്രസ്റ്റിന്റെ കാര്യം ഒന്നും ഇവിടെ. എനിക്ക് ലോൺ വല്ലതും കിട്ടുമോ നോക്കുന്നു. സൈറ്റ് ചെറുതായിട്ട് ഡൗൺ ആ മാമ ഇപ്പൊ. സൈറ്റ് ഓക്കെ. മാമന് ലോണ് വീടിന്റെ കിട്ടത്തില്ല. വലിച്ച ഒരു കാര്യം ചെയ്യും, ഒരു കക്കൂസിന്റെ ലോണെങ്കിലും കിട്ടുമോ നോക്ക്. മാസ്റ്റേഴ്സ് ബാങ്കിൽ നിന്ന് ഒരു 75,000 രൂപയുടെ ലോൺ കിടപ്പുണ്ട്. ഏത് ബാങ്കിൽ നിന്ന്? മാസ്റ്റേഴ്സ് ബാങ്ക്. 75 ഇങ്ങോട്ട് എടു വെച്ചേ. പക്ഷേ അവിടെ 50,000 രൂപ വരെ ലോൺ കിട്ടിയ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. 75ന്റെ അക്കൗണ്ട് ഇതുവരെ ആരും തുറന്നിട്ടില്ല. താക്കോൽ ഇങ്ങോട്ട് മാമൻ പോയി ചവിട്ടി തുറന്ന് എടുത്തോട്ട് പൊക്കോളാം. അങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. എന്താ ആ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന 3 മാനേജർമാരെ കണ്ടോ? അവര് മനസ്സ് വിചാരിച്ചെങ്കിൽ ഇത് തുറക്കാൻ പറ്റും. 200 600 കൈക്കോളെ കൊടുത്ത് അവർ ഒതുങ്ങുന്നു. അതെ, ഇവിടെ ഒരു ക്യാമറയേ ഉള്ളു, അവർക്ക് ചുറ്റും ക്യാമറയാ. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് വേണം മാമ. അപ്പൊ എന്റെ ഇൻട്രസ്റ്റിന് ഒരു വിലയില്ല, അവരുടെ ഇൻട്രസ്റ്റിനാണ് വില. നീ ചോദിച്ചു നോക്ക്, ഈ പാവപ്പെട്ട മാമന് വല്ല ലോണും കിട്ടുമെന്ന്. അതെ മാനേജർ സാറുമാരെ, ഈ അമ്മാവും വയസ്സായില്ലേ, പാവത്തിനൊരു വീട് വെക്കാനും ഇതിന് വേണ്ടിട്ടാ. നിങ്ങൾക്ക് ഇന്ന് ലോൺ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വെച്ചിരിക്കുന്ന ബില്ലൊന്ന് പാസ്സാക്കിയേക്കണേ. എന്തെങ്കിലും നിവർത്തി, ജീവിക്കാൻ നിവർത്തി ഇല്ലാത്തോണ്ടാണ്. 1 2 3 ദൈവമേ.